പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളിൽ ഭൂരിഭാഗവും അമേരിക്ക അല്ലെങ്കിൽ പാശ്ചാത്യ പക്ഷത്തു നിന്നുള്ളവയാണ്. ഇറാനെ ഒരു ആക്രമണകാരിയായും ആഗോള ഭീഷണിയായും ചിത്രീകരിക്കുന്ന ഈ വിവരങ്ങൾ പലപ്പോഴും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ ഇറാന്റെ സുരക്ഷാ ആവശ്യങ്ങളെയും പ്രതിരോധ അവകാശങ്ങളെയും ബോധപൂർവം അവഗണിക്കുന്നു. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളും സൈനിക ഭീഷണികളും നേരിടുന്ന ഇറാൻ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന നയങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ അമേരിക്കൻ വൻകരയ്ക്ക് ഭീഷണിയാണെന്ന വാദം വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ ഉന്നയിക്കുന്നതാണ്. എന്നാൽ നിലവിൽ അമേരിക്കൻ മണ്ണിൽ എത്താൻ ശേഷിയുള്ള പ്രവർത്തനക്ഷമമായ അന്തർവൻകര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമില്ലെന്നതാണ് വസ്തുത. ഇറാന്റെ ബഹിരാകാശ ഗവേഷണ പദ്ധതികളായ സിമോർ, സുൽജാന തുടങ്ങിയ ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളെ സൈനിക ആവശ്യങ്ങൾക്കായുള്ള ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യയായി ചിത്രീകരിക്കുന്നത് ഇറാന്റെ ശാസ്ത്രീയ പുരോഗതിയെ തടയാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന് തങ്ങളുടെ വിവര സാങ്കേതിക വിദ്യ മെച്ചപ്പെടുത്താൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള അവകാശമുണ്ട്. ഇതിനെ സൈനിക ഭീഷണിയായി വ്യാഖ്യാനിക്കുന്നത് വികസ്വര രാജ്യങ്ങളുടെ സ്വയം പര്യാപ്തതയെ ഭയപ്പെടുന്നതുകൊണ്ടാണ്. പരമ്പരാഗത സൈനിക ശേഷിയിൽ അമേരിക്കയുമായി നേരിട്ട് മത്സരിക്കുക എന്നത് ഇറാന്റെ ലക്ഷ്യമല്ല, മറിച്ച് തങ്ങളുടെ പരിമിതികളെ തന്നെ പ്രതിരോധത്തിന്റെ കരുത്താക്കി മാറ്റുന്ന അസാമാന്യമായ യുദ്ധതന്ത്രമാണ് ടെഹ്റാൻ പിന്തുടരുന്നത്. ഇതിൽ പ്രധാനമാണ് സൈബർ സുരക്ഷാ രംഗത്തെ ഇറാന്റെ വളർച്ച. അമേരിക്കയും സഖ്യരാജ്യങ്ങളും ചേർന്ന് സ്റ്റാക്സ്നെറ്റ് പോലുള്ള സൈബർ വൈറസുകൾ വഴി ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ ശ്രമിച്ച ചരിത്രമുണ്ട്. ഇത്തരം ആധുനിക അധിനിവേശങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം എന്ന നിലയിലാണ് ഇറാൻ തങ്ങളുടെ സൈബർ സൈന്യത്തെ ശക്തിപ്പെടുത്തിയത്. ഇത് മറ്റുള്ളവരെ ആക്രമിക്കാനല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളെ സംരക്ഷിക്കാനുള്ള സുരക്ഷാ നടപടി മാത്രമാണ്. ദശാബ്ദങ്ങളായി തുടരുന്ന ആയുധ ഉപരോധം മൂലം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാന് കഴിയില്ല. ഈ പരിമിതിയെ ഇറാൻ മറികടന്നത് ഡ്രോൺ നിർമ്മിച്ചുകൊണ്ടാണ്. കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ അതിവേഗം ശത്രു നീക്കങ്ങൾ തിരിച്ചറിയാൻ ശേഷിയുള്ളതുമായ ഡ്രോണുകൾ ഇറാന്റെ അതിർത്തി സംരക്ഷണത്തിന് വലിയ കരുത്ത് നൽകുന്നു. ഇറാന്റെ ഡ്രോണുകളെ കുറിച്ച് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ അവയെ അമേരിക്കൻ വൻകരയ്ക്കെതിരെയുള്ള ആയുധമായി അവതരിപ്പിക്കുന്നത് അതിശയോക്തിയാണ്. മേഖലയിൽ സ്വന്തം അതിർത്തികളും സഖ്യങ്ങളും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പ്രതിരോധ ഉപകരണങ്ങളായാണ് ഇറാൻ ഇവയെ വികസിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ പശ്ചിമേഷ്യയിൽ നിഴൽ യുദ്ധം നടത്തുന്നു എന്ന ആരോപണം പാശ്ചാത്യർ സ്ഥിരമായി ഉയർത്തുന്നതാണ്. എന്നാൽ സ്വന്തം അതിർത്തിക്ക് അപ്പുറത്ത് പശ്ചിമേഷ്യയിലുടനീളം അമേരിക്ക വിന്യസിച്ചിരുന്ന സൈനിക താവളങ്ങളെക്കുറിച്ച് ഇവർ മൗനം പാലിക്കുന്നു. തങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. നേരിട്ടുള്ള ഒരു വൻ യുദ്ധത്തിലേക്ക് പോകാതെ പ്രാദേശികമായ സഖ്യങ്ങളിലൂടെയും തന്ത്രങ്ങളിലൂടെയും സംഘർഷങ്ങളെ നിയന്ത്രിത പരിധിയിൽ നിർത്താനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇത് അധിനിവേശമല്ല, മറിച്ച് ശത്രുശക്തികൾ വളയാൻ ശ്രമിക്കുമ്പോൾ നടത്തുന്ന തന്ത്രപരമായ പ്രതിരോധമാണ്. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ പേർഷ്യൻ കടലിടുക്കിലും സമീപ പ്രദേശങ്ങളിലും നിലയുറപ്പിക്കുന്നത് സമാധാനം സംരക്ഷിക്കാനല്ല, മറിച്ച് ഇറാനെ മാനസികമായും രാഷ്ട്രീയമായും സമ്മർദ്ദത്തിലാക്കാനാണ്. റെഡ് ലൈൻ അല്ലെങ്കിൽ ചുവപ്പൻ വര എന്ന പേരിൽ അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പുകൾ പലപ്പോഴും ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇത്തരം ശക്തി പ്രകടനങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ തങ്ങളുടെ സമുദ്രാധിഷ്ഠിത പ്രതിരോധ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നത്. സ്വന്തം തീരപ്രദേശങ്ങളിൽ വിദേശ സൈന്യം തമ്പടിക്കുന്നത് തടയാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ആക്രമണപരം എന്ന് വിളിക്കുന്നത് വിരോധാഭാസമാണ്. ഇറാനെതിരെ ഉയർന്ന മിക്ക റിപ്പോർട്ടുകളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ചമച്ചവയാണ്. ഇറാന്റെ ഓരോ ശാസ്ത്രീയ നീക്കത്തെയും സൈനിക ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് ആ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനാണ്. എന്നാൽ ആഗോള രാഷ്ട്രീയത്തിലെ മാറുന്ന സമവാക്യങ്ങൾ തിരിച്ചറിയുന്ന നിരീക്ഷകർ ഇറാന്റെ നിലപാടുകളെ നിലനിൽപ്പിനായുള്ള പോരാട്ടമായാണ് കാണുന്നത്. ഇറാൻ ഒരു ആഗോള ഭീഷണിയല്ല, മറിച്ച് വർഷങ്ങളായി ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കപ്പെടുന്ന ഒരു രാജ്യമാണ്. തങ്ങളുടെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ സൈനികമായി സാങ്കേതികമായി ഇറാൻ നടത്തുന്ന മുന്നേറ്റങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായ പ്രതിരോധം മാത്രമാണ്. വൻ ശക്തികളുടെ ആധിപത്യത്തോടുള്ള ഈ ചെറുത്തുനിൽപ്പ് പശ്ചിമേഷ്യയുടെ പരമാധികാരവും സന്തുലിതാവസ്ഥയും നിലനിർത്താനും അനിവാര്യമാണ്. സൈനിക സമ്മർദ്ദങ്ങൾ അവസാനിപ്പിച്ച് നയതന്ത്രപരമായ ബഹുമാനത്തിലൂടെ മാത്രമേ ഈ മേഖലയിൽ ശാശ്വതമായ സമാധാനം സാധ്യമാകൂ. ഇറാന്റെ സൈബർ പ്രതിരോധ സംവിധാനങ്ങൾ കേവലം സാങ്കേതികമായ മുന്നേറ്റമല്ല, മറിച്ച് ദശകങ്ങളായി രാജ്യം നേരിടുന്ന ഡിജിറ്റൽ യുദ്ധങ്ങൾക്കുള്ള ശക്തമായ മറുപടിയാണ്. 2010 ഇറാന്റെ ആണവ നിലയങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും ചേർത്ത നടപടി ടെഹ്റാനെ ഈ രംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ പ്രേരിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ അധിനിവേശങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ സംഭവത്തിന് ശേഷം സൈബർ മേഖലയെ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമായി ഇറാൻ മാറ്റി. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സൈബർ സൈന്യങ്ങളിലൊന്ന് ഇറാന്റെ പക്കലുണ്ട്. ഇസ്ലാമിക റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ കീഴിലുള്ള സൈബർ കമാൻഡ് രാജ്യത്തിന്റെ നിർണായകമായ ഊർജ്ജ നിലയങ്ങൾ, ബാങ്കിംഗ് സംവിധാനങ്ങൾ, പ്രതിരോധ ശൃംഖലകൾ എന്നിവയെ വിദേശ വൈറസ് ബാധകളിൽ നിന്നും ഹാക്കിങ്ങിൽ നിന്നും സംരക്ഷിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ പലപ്പോഴും ഇറാന്റെ സൈബർ ശേഷിയെ ആക്രമണ ഭീഷണിയായി ചിത്രീകരിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അസാമാന്യമായ യുദ്ധമുറയുടെ ഭാഗമായുള്ള പ്രതിരോധമാണ്. ഒരു വെടിയുണ്ട പോലും പ്രയോഗിക്കാതെ ശത്രുവിന്റെ സൈനിക നീക്കങ്ങളെ തടയാനും സ്വന്തം പരമാധികാരം സംരക്ഷിക്കാനും ഡിജിറ്റൽ മതിൽക്കെട്ടുകൾ നിർമ്മിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഉപരോധങ്ങൾ മൂലം അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാൻ കഴിയാത്ത ഒരു രാജ്യം തന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സ്വീകരിച്ച ബുദ്ധിപരമായ നീക്കമാണിത്.